എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെ മുത്തശ്ശിയെ നന്ദൻ ഫോൺ വിളിക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നു, മോനെ അവിടെ എന്തൊക്കെയായി കാര്യങ്ങളെന്ന്. അപ്പം നന്ദൻ പറയും, ഇവിടെ ഇത്രയും സമയം വരെ വേറെ കുഴപ്പമൊന്നുമില്ല അമ്മേ, ഞാൻ ശ്രദ്ധയോട് കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെയോ പൂജയുണ്ട്, നിലവിളക്ക് കൊളുത്തുക. അപ്പം സിതാര പറയുന്നത് അതും കൂടെ കഴിഞ്ഞിട്ട് അവരെ വിടാമെന്നാണ്. പക്ഷെ ആ പൂജയിൽ പങ്കെടുക്കുന്ന ആളായിരിക്കും ദീർഘസുമംഗലി ഭവ ആയിരിക്കുക എന്നാണ് പറഞ്ഞതെന്ന് പറയും. അപ്പൊ മുത്തശ്ശി പറയും, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എന്തായാലും നിങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതി, തിരക്ക് പിടിച്ച് ഇങ്ങോട്ട് വരണ്ടാന്ന് പറയും. അമ്മ അത് വേണോന്ന് ചോദിക്കും. വേണം മോനെ, നീ അവിടെ തന്നെ വേണം, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ സിദ്ധാരയുടെ സ്വഭാവം നിനക്കറിയാലോ, അവള് വീണ്ടും ആളെ മാറ്റും. അതുകൊണ്ട് കൃഷ്ണ തന്നെ ആയിരിക്കണം എല്ലാ പൂജകളിലും പങ്കെടുക്കേണ്ടത്, ആ ഓർമ്മ വേണമെന്ന് പറയും. അപ്പൊ നന്ദൻ പറയും, എന്നാ പിന്നെ ശരി അമ്മേ, അങ്ങനെ തന്നെ ആട്ടെ എന്ന് പറയും. ഈ സമയത്ത് വീട്ടുകാരെല്ലാം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നന്ദൻ വന്നിട്ട് പറയും, അപ്പൊ സിദ്ധാര ചോദിക്കുക, എന്തേ നിങ്ങൾ ഇറങ്ങുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പൊ പെട്ടെന്ന് നന്ദൻ പറയും, എന്തായാലും സിദ്ധാര പൂജ കൂടെ പറഞ്ഞില്ല, അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാന്ന് പറയാം. അപ്പൊ സിതാരയ്ക്ക് ആകെ ടെൻഷനാവും. അപ്പൊ സിതാര പറയാം, അല്ല പോകുകന്നല്ലേ പറഞ്ഞേ, അല്ല ഞാനിപ്പോ അമ്മയെ വിളിച്ചിരുന്നു, അപ്പൊ അമ്മ പറഞ്ഞ എല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതി, അമ്മ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ സുമിത്ര പറയും, ഞാൻ നന്ദേട്ടനോട് പറയാൻ അങ്ങോട്ട് ഇരിക്കുകയായിരുന്നു, എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പോയാൽ മതി എന്ന് മനസ്സിലൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ നന്ദേട്ടൻ പെട്ടെന്ന് പോകാന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് പറയാതിരുന്നതെന്ന് പറയും. അപ്പൊ നന്ദൻ പറയും, നിനക്കെന്തത് നേരത്തെ പറയത്തില്ലായിരുന്നു എന്ന് ചോദിക്കും. അപ്പൊ ഇനി എന്തായാലും ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളെന്ന് പറയും. അപ്പൊ സിതാരയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിലെത്തും. അങ്ങനെ സിതാര പറയുന്നത്, ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞിട്ട് നേരെ ഗാദിയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് അവിടെ ചെന്നിട്ട് സിനിയോട് പറയും, സിനി ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും, അവര് പോകുന്നില്ല എന്നാ പറഞ്ഞതെന്ന് പറയും. അപ്പൊ ഗാദി പറയും, അയാൾക്ക് എന്തിന്റെ കേടാണ്, അയാളുടെ തലമണ്ടയ്ക്കിട്ട് ഞാൻ കൊടുക്കുന്നു പറയേ. അപ്പൊ സിതാര പറയും, നീ ഒന്ന് അടങ്ങും മോളെ, എന്തെങ്കിലും ചെയ്ത് മമ്മിയെ വഴി ഉണ്ടാക്കാം, എന്തായാലും ഇപ്പം നിന്നു പോയില്ല, അവര് പോകുമെന്നാണ് ഞാൻ ഓർത്തത്, പക്ഷെ ഇങ്ങനെ ആകുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. അയാളുടെ കണ്ണാണെങ്കിൽ കൃഷിയുടെ മേളിൽ തന്നെയുണ്ട്, നമ്മൾ സൂക്ഷിച്ചു വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഇത് ആരുടെ കണ്ണ് മൂടി കെട്ടിയിട്ടാണെങ്കിലും ഇവരെ രണ്ടുപേരെയും മാറ്റിയേ പറ്റത്തുള്ളൂ എന്ന് സിദ്ധാര പറയും. അതിന് വേണ്ട വഴികൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്ന് പറയുകയാണ്. അങ്ങനെ ഗാഥയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഗാഥേനെ അവിടെ ഒരുക്കുകയാണ്. ഇതേ സമയത്ത് സുമിത്രയാണ് കൃഷ്ണയെ ഒരുക്കുന്നത്. കൃഷ്ണയെ നല്ല രീതിയിൽ തന്നെ ഒരുക്കുന്നത്. അപ്പൊ സുമിത്ര ചോദിക്കുന്നുണ്ട്, മോളെ നിന്റെ അമ്മ എന്താ ഇങ്ങോട്ട് വരുന്ന കാണുന്നേ ഇല്ലല്ലോ, ഇനി ആ സിനി വല്ല പണിയും കൊടുത്തോന്ന് ചോദിക്കുക. അപ്പം കൃഷ്ണ പറയാം, ആയിരിക്കും, അമ്മയ്ക്ക് വല്ല പണിയും കൊടുത്തിട്ടുണ്ട്, അതായിരിക്കും ഇങ്ങോട്ട് വരാത്തെ, എന്തായാലും വരുമെന്ന് പറയും. അത് സാരമില്ല, ആര് വന്നില്ലെങ്കിൽ എന്താ, മോളെ ഞാൻ ഒരുക്കാനുണ്ടല്ലോ, പിന്നെ എന്താന്ന് ചോദിക്കുക. മോള് ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ പറയേ. ഇതേ സമയത്ത് കൃഷ്ണയെ അവിടെ സിതാരയും സിനിയെല്ലാം കൂടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സിനിയോട് പറയും, സിനി എങ്ങനെയെങ്കിലും ആ സുമിത്രയെ കൃഷ്ണയുടെ അടുത്ത് നിന്ന് മാറ്റണം, എന്നാലേ നമ്മളുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് പറയും. അപ്പൊ സിനി പറയും, എന്ത് ചെയ്യണം മേഡം. അപ്പൊ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് സിനിക്ക്. സിനി അങ്ങനെ കൃഷ്ണയുടെയും സുമിത്രയും ഉള്ള റൂമിലേക്ക് വരിക. എന്നിട്ട് പറയും, സുമിത്ര മാം, സിദ്ധാരാമയുടെ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ പൂജ നടക്കുമ്പോൾ കളരിക്കലെ വീട്ടിൽ നിലവിളക്കും കൊളുത്തണം എന്ന് പറയുകയാണ്. അതിപ്പോ മുത്തശ്ശിയെ വിളിച്ചു പറഞ്ഞാലേ നടക്കുള്ളൂ എന്ന് ചോദിക്കുക. അപ്പൊ പറയും സുമിത്ര, അതിനെന്താ സിദ്ധാരയ്ക്ക് തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുക. അല്ല, സിദ്ധാരാമയുടെ എൻ്റെ അടുത്ത് സുമിത്ര മേഡത്തിനോട് പറയാൻ പറഞ്ഞെന്ന് പറയും. എന്നാ ശരി, ഞാൻ വിളിച്ചു പറയാം. അയ്യോ, എന്റെ ഫോൺ കാണുന്നില്ലല്ലോ എന്ന് പറയും. അപ്പൊ പെട്ടെന്ന് സുമിത്ര പറയും, താഴെ എന്തോ, ഞാൻ എടുത്തിട്ട് വിളിച്ചു പറയാന്ന് പറയാം. അങ്ങനെ സുമിത്ര താഴേക്ക് പോയി. കൃഷ്ണ ഇങ്ങനെ ഒരു ചത്ത ശവം പോലെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ സുമിത്ര ഗാഥയും കൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് വരിക. പുറത്തേക്ക് വരുമ്പോഴത്തേനും പകുതി എത്തുമ്പോഴത്തേക്ക് രണ്ടര സുമിത്ര കയറി വരുന്നത്. പിന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ. അപ്പൊ സുമിത്ര പിന്നെയും തിരിഞ്ഞു പോവുകയെ. അപ്പൊ സുമിത്ര പെട്ടെന്ന് അവിടെ നിന്ന് ഫോൺ മുത്തശ്ശിയെ വിളിക്കുകയെ. അപ്പൊ പെട്ടെന്ന് സിതാര ഗാഥയും കൊണ്ട് വേഗം കൃഷ്ണയുടെ റൂമിലേക്ക് വരുവേ. റൂമിലേക്ക് വന്നിട്ട് ഇതേ സമയത്ത് സുമിത്രയാണെ ഇടയ്ക്ക് മുകളിലേക്കൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഇതൊന്നും കാണുന്നില്ലേ. അങ്ങനെ നൈസായിട്ട് കൃഷ്ണയെ അവിടുന്ന് മാറ്റും, ഗാഥയെ കൊണ്ട് അവിടെ ഇരുത്തും. അങ്ങനെ തിരിച്ച് കൃഷ്ണയുടെ അവിടെ എത്തിയിട്ട് പറയും, കൃഷ്ണ നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങണം, ഇല്ലെങ്കിൽ ഇത് പ്രശ്നമാവും എന്ന് പറയും. അപ്പൊ കൃഷ്ണ പറയും, ശരി എന്ന് പറയും. എന്നിട്ട് സിതാര പറയും, മനസ്സറിഞ്ഞ് ഒന്ന് സന്തോഷത്തോടെ വിടാൻ പോലും പറ്റുന്നില്ല, പക്ഷെ നീ ഇപ്പൊ പോയേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പൊ കൃഷ്ണ പറയും, ശരി എന്ന് പറയും. അങ്ങനെ കൃഷ്ണ അവിടുന്ന് ഇറങ്ങുകയാണ്. ഇതേ സമയത്ത് സുമിത്ര ഫോൺ വിളിച്ച് അകത്തേക്ക് വരുമ്പോഴത്തേനും സുമിത്ര ഗാഥയോട് ചോദിക്കുക, ഇതെന്താ മോളെ ഇത്ര പെട്ടെന്ന് ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയെന്ന് ചോദിക്കും. 2 മിനിറ്റ് പോലും ആയില്ലല്ലോ ഞാൻ ഇവിടുന്ന് മാറിയിട്ട്. അപ്പൊ ഗാഥ ഇങ്ങനെ അഹങ്കാരത്തോടെ ഇങ്ങനെ തലകുലുക്കി ഇങ്ങനെ നിൽക്കും. ഈ സമയത്താണ് നന്ദൻ പെട്ടെന്ന് താഴെ ഇങ്ങനെ പൂജകളൊക്കെ നടക്കുകയാണ്. ആ സമയത്ത് നന്ദന് ഒരു ഡൗട്ട്. അങ്ങനെ നന്ദൻ പതുക്കെ മുകളിലേക്ക് വരും. മുകളിലേക്ക് വന്നിട്ട് ഇവരുടെ റൂമിലേക്ക് വരിക. അപ്പൊ സുമിത്ര പറയും, നന്ദേട്ടൻ ഒരു കാര്യം അറിയോ, സുമിത്ര പറഞ്ഞ അമ്മയോട് നിലവിളക്ക് കത്തിക്കാൻ, ഞാനത് വിളിക്കാൻ പറയാൻ പോയ നേരം കൊണ്ട് ഇതേ ആളാകെ മാറിയിരിക്കുന്നെന്ന് പറയും. അപ്പോഴേ നന്ദന് മനസ്സിലാവും ഇത് ഗാഥയാണെന്നുള്ളേ. അപ്പൊ പെട്ടെന്ന് തന്നെ നന്ദൻ അവിടെ നിന്ന് ഇറങ്ങും. നന്ദൻ ഇറങ്ങിയിട്ട് ഫുള്ള് കൃഷ്ണയെ തപ്പി നടക്കുകയാണ്. പിന്നെ ഈ സമയത്ത് അതുപോലെ പൂജകൾ നടക്കുന്നു. അപ്പൊ നവീന്റെ കൂടെ ഗാഥ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ പൂജാരി പറയുന്നു, എല്ലാ കഷ്ടങ്ങളും ഒഴിവാകാൻ വേണ്ടി ദൈവത്തോട് നന്നായി പ്രാർത്ഥിക്കാൻ പറയുന്നു. അപ്പൊ സിതാരയ്ക്കാണെങ്കിൽ ആകെ സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ. അപ്പൊ സിതാര സിനിയോട് പറയുന്നു, സിനി
എനിക്ക് ഇപ്പോഴാണൊന്ന് സമാധാനമായത്. വല്ലാത്തൊരു ആശ്വാസമായി. ഇനിയിപ്പോൾ ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ലല്ലോ. അത് തന്നെ വലിയ കാര്യമെന്നും പറഞ്ഞ് ഇവരിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇതേ സമയം കൊണ്ടാണ് ഈ കൃഷ്ണയാണെങ്കിൽ അവിടെ പോയി ഒരു സ്ഥലത്ത് മറഞ്ഞു നിൽക്കും. മറഞ്ഞു നിൽക്കുമ്പോൾ പഴയ നവീനമായിട്ടുള്ള ഒരു സോങ് ഒക്കെ ഉണ്ടല്ലോ, അകലെ മറഞ്ഞു പോയി, അങ്ങനെ ആ സോങ് ഒക്കെ ബീജി ഒക്കെ ഇട്ടിട്ട് വീണ്ടും കാണിക്കുന്നത് വെച്ചാൽ നവീനും കൃഷ്ണയും തമ്മിലുള്ള കുറേ നല്ല നിമിഷങ്ങൾ, നവീന് ഗിഫ്റ്റ് കൊടുത്തതും അങ്ങനെ കൃഷ്ണ അതൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ഒരു 5-6 മിനിറ്റ് അത് തന്നെ കാണിക്കുന്നുണ്ട്. പഴയ സീനുകൾ ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ്. ഇതേ സമയത്ത് നന്ദനാണെങ്കിൽ അവിടെ എല്ലാം വന്ന് നോക്കും. അപ്പൊ കൃഷ്ണയെ കാണത്തില്ല. അപ്പൊ സ്റ്റെയർകേസിന്റെ അവിടെ നോക്കുമ്പോഴത്തേനും കൃഷ്ണ പെട്ടെന്ന് നന്ദനെ കാണും. അപ്പൊ മറഞ്ഞു നിൽക്കും. അങ്ങനെ നന്ദൻ വിചാരിക്കും അയ്യോ അവള് പോയല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു വിചാരിച്ചിട്ട് അകത്തേക്ക് കയറുവേ. അകത്തേക്ക് കയറുന്ന സമയത്താണ് കൃഷ്ണ നൈസായിട്ട് ഗേറ്റ് കിടന്ന് പുറത്തെ. അപ്പൊ പെട്ടെന്ന് നന്ദൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഗാഥ ഗേറ്റ് കിടന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറകെ നന്ദനും ഓടുകയാണ്. ഈ സമയത്താണെങ്കിൽ പെട്ടെന്ന് മാണിക്കുഞ്ഞ് കാറും കൊണ്ട് അവിടെ നിൽക്കും. പിന്നെ കൃഷ്ണയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ. അപ്പൊ കൃഷ്ണ ചോദിക്കും മേഡം എന്താ ഈ പോകുന്നതെന്ന് ചോദിക്കും. അപ്പൊ പെട്ടെന്ന് നന്ദൻ ഓടി വന്നിട്ട് പറയും അത് നവീൻ എന്തോ ഗിഫ്റ്റ് വാങ്ങാനാ. അത് എന്തിനാ മേഡം പോകുന്നത്, ഇത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചോദിക്കേ. അപ്പം പെട്ടെന്ന് നന്ദൻ പറയും മോളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എല്ലാം ശ്രദ്ധിക്കണമെന്ന്, മോളെന്തായി കാണിക്കുന്നത്. അപ്പം മാണിക്കുഞ്ഞ് ആകെ ഡൗട്ട് അടിക്കും, എന്താ അച്ഛനെ ഈ പറയുന്നത്, ഇതെന്താ രണ്ടുപേരും ഇങ്ങനെ പുറത്തുനിന്ന്. അങ്ങനെ ഈ കൃഷ്ണയും വിളിച്ചുകൊണ്ട് വീണ്ടും സിതാരയുടെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ് നന്ദനും കൃഷ്ണ. അപ്പൊ കൃഷ്ണ പറയുന്നുണ്ട് വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ ഓക്കെ, ബൈ ബൈ, താങ്ക്